നമുക്ക് മൈലാഞ്ചി ഇടാട്ടോ. ഇന്നലെ മൈലാഞ്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ രാത്രി തന്നെ പകുതി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടാണ് ബാക്കി ഇടുന്നത്. പിന്നെ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഇതിനകത്തുണ്ട്. പക്ഷേ എന്നാലും മിക്കപ്പോഴും ഞാൻ ഇടുമ്പോഴും അത് കൊളായി പോകലാണ് പതിവ്. പക്ഷേ ഇത് എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും എനിക്കിഷ്ടമായി. ഞാൻ ഇട്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇട്ട് തരാറൊക്കെ ഉണ്ടെങ്കിലും എനിക്കിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ പൂ വരയ്ക്കാനായിരുന്നു കേട്ടോ ഏറ്റവും സിമ്പിൾ. അപ്പം നിങ്ങൾക്കൊന്നും വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ ഇതാ ഇതുപോലെ വരച്ചു നോക്കിയാൽ മതി കേട്ടോ. സിമ്പിളായിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റും. എനിക്ക് വരയ്ക്കുന്ന ഡിസൈൻ ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഞാൻ ഒറ്റക്കാണല്ലോ ഫുള്ള് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ തന്നെ ഒറ്റയ്ക്ക് ഇടുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ഓടിയിട്ട് ഒക്കെയാണ് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇടയ്ക്ക് തൊട്ട് പടർന്നിട്ടുണ്ട്. പിന്നെ പഠിച്ച് ചെയ്യുന്ന ഈ ഒരു പരിപാടി ഒട്ടും മൈലാഞ്ചിടാൻ അറിയത്തില്ലെങ്കിൽ ഈ ഒരു പരിപാടി വർക്കാവും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനായിട്ടത്. എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല. ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൈ വരച്ചാണ് ഞാൻ ഫുൾ ഇട്ടിട്ടുള്ളത്. ഈ പഠിച്ചത് ഡിസൈൻ കൊണ്ട് മാത്രം നമുക്ക് വേണമെങ്കിൽ മൈലാഞ്ചി ഫുൾ ഇടാൻ പറ്റും കേട്ടോ. ഒരു കൈ ഫുൾ ഇടാൻ പറ്റും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ പഠിച്ചുകൊണ്ട് എനിക്ക് ചെയ്തത്. പിന്നെ ഞാൻ ഇതിൽ ഫൈനലൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം കേട്ടോ. കുറച്ചുകൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം. പിന്നെ എനിക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല. എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും എങ്ങനെയുണ്ടെന്ന്.